ഉള്ള് എന്ന കഥാസമാഹാരത്തിൽ വന്നിട്ടുള്ള വിലാപം എന്ന എൻ്റെ കഥ വായിക്കുകയാണ്. മിഷൻ ആശുപത്രിയിൽ കിടക്കുന്ന അളിയനെ കാണാൻ തിരക്കിട്ട് പോവുകയായിരുന്നു ഞാൻ. ചാക്യാർമൂലയിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ പിറകിൽ നിന്നൊരന്വേഷണം. മാഷ് എവിടേക്കാ? വിനോദ, നാട്ടുകാർ കഥാകൃത്ത് എന്ന് വിളിക്കുന്ന ചെറുപ്പക്കാരൻ. അയാളെ LP-യിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പോകുന്ന സ്ഥലം പറഞ്ഞ് ഒരു ചോദ്യം അങ്ങോട്ടേക്കും ചോദിച്ചു. വിനോദിപ്പോൾ എഴുത്തൊന്നുമില്ലേ? പുതിയ കഥ എന്തെങ്കിലും? അയാൾക്കത് നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് തോന്നി. കഥയ്ക്കൊന്നും പുതുമയുള്ള വിഷയമില്ല മാഷെ, എല്ലാം അവരത് എഴുതി കഴിഞ്ഞില്ലേ? ആര്? തകഴിയും ബഷീറും MTയും ഒക്കെ. ബാക്കിയുള്ളത് കാക്കനാടനും മുകുന്ദനും എഴുതിക്കൂട്ടി. ലേശം ബാക്കി ഉണ്ടായിരുന്നത് രാധാകൃഷ്ണനും NS മാധവനും പിന്നെ നാട്ടിലുള്ള കുറെ എഴുത്തുകാരും കൂടി തീർത്തു. ചാടാൻ വന്ന ചിരി ഞാൻ ബലം പിടിച്ചു നിർത്തി. അപ്പോൾ വിഷയമില്ലാത്തതാണ് പ്രശ്നം. എഴുത്തിന് പുതുമ വേണമെങ്കിൽ പുതിയ വിഷയം വേണ്ടേ മാഷെ? എവിടെ ഇരിക്കുന്നു പുതിയ വിഷയം? ഇപ്പോഴുള്ളവരെല്ലാം കമ്പ്യൂട്ടറിന്മേലാണ്. അവിടെയും വിഷയം വറ്റിയിരിക്കുകയാണ്. വിഷയത്തിന് വറ്റലും പെരുകലുമൊക്കെ ഉണ്ട് എന്ന അറിവ് എന്നെ നന്നായി ചിരിപ്പിച്ചു. ആ ചിരി ഞാൻ മിഠായി പോലെ നുണഞ്ഞിറങ്ങി. തൃശ്ശൂരിലേക്കുള്ള കാട്ടൂർ കരാഞ്ചിറ ബസ് വരുന്നത് കണ്ട് ഞാൻ കയറാൻ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ ഞാനും മാഷക്കൊപ്പം വരാം, ആശുപത്രിയിൽ നിന്ന് വല്ല തീമും കിട്ടുമോ എന്ന് നോക്കാമല്ലോ. ആശുപത്രിയിൽ നിന്ന് കഥാവിഷയം തിരഞ്ഞെടുക്കുക കുറെ കടന്ന കയ്യല്ലേ എന്ന സംശയം മനഃപൂർവ്വം ഞാൻ ചോദിക്കാതെ വിട്ടു. കേറിക്കൊള്ളു. മിഷൻ ആസ്പത്രി ഗേറ്റ് കടന്നതും വിനോദ് മുഖം പൊത്തുന്നത് കണ്ടു. ഹൗ, മരുന്നുകളുടെ വല്ലാത്തൊരു നാറ്റേ. നടക്കുന്തോറും അയാൾ അസ്വസ്ഥനാവുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. 4-ാം നിലയിലെ ജനറൽ വാർഡിന് മുന്നിലെത്തിയതും വിനോദ് വല്ലാതെ വിമ്മിറ്റപ്പെട്ടു. ഇവിടെ എങ്ങനെയാണപ്പോൾ മനുഷ്യർ കിടക്കുന്നത്? അയാൾ ചോദിച്ചു. ഞാൻ ശ്രദ്ധിക്കാത്തതുപോലെ യൂണിറ്റ് 3-ലേക്ക് പ്രവേശിച്ചു. അളിയൻ്റെ കിടക്ക കണ്ടുപിടിച്ചു. അനിയത്തി അളിയൻ്റെ കാലിൽ തലോടി ഇരിക്കുന്നു. അവൾ നിമിഷങ്ങൾ കൊണ്ട് മാധവേട്ടൻ്റെ നെറ്റിയിലും തലോടുന്നു. കണ്ടതും അവൾ പറഞ്ഞു, ഡോക്ടർ വന്നുപോയി. ബ്രെയിനിൽ അല്പം ക്ലോട്ടിംഗ് ഉണ്ട്. ഇഞ്ചക്ഷൻ കൊണ്ട്
ശരിയാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അളിയൻ ചെറു മയക്കത്തിലാണ്. ഒച്ച ഉയർത്തി എണീപ്പിക്കേണ്ടെന്ന് ആംഗ്യം കാട്ടി ഞാൻ പറഞ്ഞു. ആരാ കൂടെ? കൂട്ടുകാരനാ? ആ. അവൾ ഇരുന്നിരുന്ന സ്റ്റൂളിൽ നിന്ന് എണീറ്റ്, ഇരിക്കൂ. വിനോദ് മുള്ളിൽ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് സ്റ്റൂളിലേക്ക് ഇരുന്നു. വായും മൂക്കും തുറക്കാതെ, എങ്ങും നോക്കാതെ കീഴോട്ട് ദൃഷ്ടി പൂഴ്ത്തി. അനിയത്തി പറഞ്ഞു, അടുത്ത ബെഡിൽ പുതിയ ഒരാൾ എത്തി. മധ്യവയസ്കനായ ഒരു രോഗി. അയാൾക്കും ബ്രെയിനിലാണ് കംപ്ലൈൻറ്റ്. നിന്നാൽ വീഴും. ഭാര്യ വന്ന നിമിഷം മുതൽ നഴ്സുമാരുമായി വഴക്കിലാണ്. അതെന്തിനാ? ഞാൻ ചോദിച്ചു. വലിയ പാർട്ടിയാ. റൂം കിട്ടാത്തത് കാരണം. രണ്ടുപേരും വലിയ ഉദ്യോഗസ്ഥരാ, നിറയെ കാശും. എന്നിട്ടെന്താ റൂം കൊടുക്കാത്ത? റൂമില്ല. ഒരു മാസം മുമ്പ് ബുക്ക് ചെയ്തവർക്ക് വരെ കിട്ടിയിട്ടില്ല. ഞാൻ അളിയൻ്റെ അയൽക്കാരിയെ നോക്കി. അനിയത്തി പറഞ്ഞത് ശരി തന്നെ. മധ്യവയസ്കയുടെ മുഖം കണ്ടാൽ അറിയാം അവർ അമർഷം കടിച്ചമർത്തുന്നുണ്ടെന്ന്. മാത്രവുമല്ല, ചുറ്റുവട്ടത്തെ രോഗികളെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അവർ കുനിഞ്ഞിരിക്കുന്നു. ദരിദ്രവാസികളായ അയൽവാസികളിൽ നിന്നും മാറി താമസിക്കുവാൻ വെമ്പുന്നത് പോലെ. ജനറൽ വാർഡിൽ നിറയെ രോഗികൾ. പല പല രോഗങ്ങൾ പേറുന്നവർ. മഞ്ഞപ്പിത്തക്കാർ, ബ്രെയിൻ കംപ്ലൈൻ്റ് ഉള്ളവർ, പ്ലാസൻ്റ കുറഞ്ഞവർ, രക്തവാതക്കാർ, ഡെങ്കിപ്പനി. ഒരു വൃദ്ധൻ നിരങ്ങി ഉദ്യോഗസ്ഥയുടെ കട്ടിൽ തലയ്ക്ക് പിടിച്ചുയരാൻ ശ്രമിക്കുന്നത് കണ്ട് അവർ അറപ്പോടെ മാറി നിന്നു. വൃദ്ധൻ വേച്ചു പോയപ്പോൾ അയാളുടെ വായിൽ നിന്നും തുള്ളിയായി വീണ തുപ്പൽ പത കണ്ട് അവർ നഴ്സിനെ മൊബൈലിൽ വിളിച്ചലറി. കം ഹിയർ. നഴ്സ് വന്നപ്പോൾ ചാടിക്കയറി. എനിക്കിവിടെ കഴിയാൻ പറ്റില്ല. ഞങ്ങൾ ആരെന്ന് കരുതി നിങ്ങൾ? സിസ്റ്റർ മെസ്സേജ് ചെയ്തതനുസരിച്ച് ഹോസ്പിറ്റൽ സൂപ്രണ്ട് എത്തി. അപ്പോഴേക്കും ചുറ്റുവട്ടത്തെ രോഗികളും അവർക്ക് ചുറ്റും നിറഞ്ഞു. കിതച്ചു ചുമയ്ക്കുന്നവർ, മന്തുപോലെ കാലിൽ നീരുള്ളവർ, വയറ്റിലെ മുഴ പുറത്ത് കാണിച്ച് ശ്വാസം മുട്ടുന്നവർ. ഉദ്യോഗസ്ഥ കണ്ണുപൊത്തി ഇരുന്നു. വിനോദ് ശ്വാസം മുട്ടുന്നത് പോലെ പുറത്തേക്ക് കടന്നു. വരാന്തയിൽ ഉലാത്തി. അവിടെ നടന്നാൽ വാർഡിലെ ആരെയും കാണേണ്ട. ആശുപത്രി കോമ്പൗണ്ടിലെ കോളാമ്പിപ്പൂക്കൾ കണ്ടു നിൽക്കാം. സൂപ്രണ്ട് വന്ന് ഉദ്യോഗസ്ഥയോട് അറിയിച്ചു, നിങ്ങൾക്ക് ഡബിൾ റൂം അലോട്ട് ചെയ്തിരിക്കുന്നു.
സ്വർഗം കിട്ടിയതുപോലെയായി അവർക്ക്. നിമിഷങ്ങൾ കൊണ്ട് സിസ്റ്റർമാർ അവരുടെ മുറിയൊരുക്കി. AC റൂം, ദിവസം 2500 രൂപ വാടക. ഫ്രിഡ്ജും ടിവിയുമുണ്ട്, വാഷിംഗ് മെഷീനുമുണ്ട്. അവർ വലിയ രക്ഷപ്പെടൽ പോലെ AC റൂമിലേക്ക് പാഞ്ഞു. തൊട്ടടുത്ത ബെഡിലെ മാധവേട്ടനോടും അനിയത്തിയോടുപോലും ഒരക്ഷരം പറയാതെ. അവർ പോയതും തളർവാദം തളർത്തിയ ഒരു വൃദ്ധനെ അനിയത്തിക്ക് അയൽക്കാരനായി കിട്ടി. അയാളുടെ വായിൽ നിന്നും നുരയും പതിയും ഇടയ്ക്കിടയ്ക്ക് ചാടി. നിയന്ത്രണമില്ലാതെ തുപ്പൽ ചുറ്റിനും ചിതറി. പോവാൻ സമയമായോ എന്നറിയാൻ വിനോദ് വന്ന സമയം. പതഞ്ഞു വരുന്ന തുപ്പലും കോമ്പാഞ്ഞുകൂടുന്ന വൃദ്ധന്റെ ചുണ്ടുകളും കണ്ട് അയാൾ വന്നതിനേക്കാൾ ഇരട്ടി വേഗത്തിൽ പിറകോട്ട് നടന്നു. ഹൗ തുപ്പലാവാതെ രക്ഷപ്പെട്ടു. വിനോദ് ഉള്ളിൽ നന്ദി പറഞ്ഞു. ഉദ്യോഗസ്ഥ സ്ത്രീക്ക് പുതിയതായി കിട്ടിയ AC മുറിയുടെ ഒരറ്റം അളിയൻ്റെ കിടക്കക്കരിയിൽ നിന്നാൽ കാണാം. അവർ മുറിയിൽ കിടന്ന് രക്ഷപ്പെട്ട ആശ്വാസത്തിൽ വാതിലടച്ചു. ആശങ്ങൾ കണ്ണിൽ പെടേണ്ടതില്ലല്ലോ ഇനി. വാദക്കാരൻ വയസ്സിൻ്റെ കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണീർ ഒഴുകി. അനിയത്തി വയസ്സിൻ്റെ കണ്ണീർ തുടച്ചു. വിഷമിക്കണ്ട, എല്ലാം മാറും. വേണമെന്ന് വച്ചല്ലല്ലോ തുപ്പൽ പോയത്. വയസ്സിൻ്റെ കണ്ണുകൾ തെളിഞ്ഞു. മുഖത്ത് പതിച്ച തൊലിപ്പുറത്ത് ഒരു ചെറു വെളിച്ചം പരന്നു. അയാളുടെ തൊണ്ടയിൽ മോളെ എന്ന ശബ്ദം കിടന്ന് പുറത്തേക്ക് വരാതെ കുറുകി. ഉദ്യോഗസ്ഥയുടെ അടഞ്ഞ വാതിലിൽ അകത്തുനിന്ന് തെരുതെരാ കൊട്ട്. എന്തോ അപകടം പണിഞ്ഞതുപോലെ. ഒപ്പം ഓടിവായോ എന്ന ആർത്തനാദവും. ബെഡുകളിൽ നിന്ന് എണീക്കാൻ പറ്റുന്ന ആരൊക്കെയോ പാഞ്ഞു ചെന്നു. സിസ്റ്റർമാരുടെ ഡ്യൂട്ടി റൂം തെല്ല് അകലെയാണ്. വാതിൽ തള്ളി തുറന്നപ്പോൾ കണ്ട കാഴ്ച, ഉദ്യോഗസ്ഥയുടെ കൈത്താങ്ങിൽ രോഗിയായ ഭർത്താവ് വാഴത്തല പോലെ ചാഞ്ഞ് നിൽക്കുന്നു. അടുത്ത നിമിഷം തല നിലത്ത് കുത്തി വീണ് ചിതറും. ഓടിച്ചെന്ന ഒരു ക്യാൻസർ രോഗിയെ അയാളെ വട്ടനെ കെട്ടിപ്പിടിച്ചു. പിന്നെ വന്നവരുടെ സഹായത്തോടെ ബെഡിൽ കിടത്തി. അയാൾ മൂത്രമൊഴിക്കാൻ ബാത്റൂമിൽ പോവാൻ ശ്രമിച്ചതാണത്രേ. മാധവേട്ടൻ മയക്കം കഴിഞ്ഞ് കണ്ണുമിഴിച്ചു. അനിയത്തി ഫ്ലാസ്കിൽ കരുതി വെച്ച ബാർലി വെള്ളം കൊടുത്തു. കഴിക്കാൻ ബിസ്ക്കറ്റ് ചാലിച്ച് കൊടുത്തു. അല്പം ബലം കിട്ടിയപ്പോൾ ഞങ്ങൾ ഓരോന്ന് പറഞ്ഞ് കളിയും ചിരിയുമായി ഇരുന്നു. അതിനിടയിൽ വാതരോഗിക്കപ്പുറത്ത് ഒഴിഞ്ഞ കട്ടിലിൽ AC റൂമിലേക്ക് പോയ ഉദ്യോഗസ്ഥനെ തിരിച്ചുകൊണ്ട് കിടത്തി. ഉദ്യോഗസ്ഥ ഞങ്ങൾക്കടുത്തേക്ക് വന്നു. ഞങ്ങൾ ജനറലിലേക്ക് തന്നെ തിരിച്ചു വന്നു.
ഇവിടെ ആവുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. ഞങ്ങൾ തലയാട്ടിയപ്പോൾ അവർ തൊട്ടടുത്ത ബെഡുകളിലുള്ളവരെ പരിചയപ്പെട്ടു. നന്ദി പറയുവാൻ വാർഡ് മുഴുവനും നടക്കുന്നത് കണ്ടു. ഞാൻ അളിയനോടും അനിയത്തിയോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ വിനോദ് വരാന്തയുടെ അറ്റത്ത് ഏകാന്തമായ കസേരയിൽ കണ്ണടച്ച് ഒറ്റയ്ക്ക് ഇരിക്കുന്നു. അയാൾ മുഖം ഫലമായി അമർത്തിയിട്ടുണ്ട്. എന്താ, കഥ വലുതും ആലോചിക്കുകയാണോ? കഥയ്ക്ക് പറ്റിയ വിഷയം എന്തെങ്കിലും കിട്ടിയോ? ഞാൻ ചോദിച്ചു. കഥയോ? കണ്ണ് തുറന്നാൽ മുഴുവൻ അവശരോഗികൾ ചോരയും ചലവും നീരും ഒലിപ്പിച്ച്, മൂക്ക് തുറന്നാൽ ദുർഗന്ധം, ചീയുന്ന മാംസത്തിൻ്റെ വ്രണത്തിൻ്റെ തീനാലാഭമാണ് എപ്പോഴും. കരച്ചിലില്ലാത്തൊരു നിമിഷമുണ്ടോ ഇവിടെ? പിന്നെ എന്ത് കഥ കിട്ടാനാണ്? അയാൾ ആ പറഞ്ഞതും പോരാതെ കൂട്ടിച്ചേർക്കുന്നത് കണ്ടു. നാളെ സെൻട്രൽ ലൈബ്രറിയിൽ പോയി ഒരു പുതിയ പുസ്തകം കണ്ടുപിടിക്കണം. ഏതെങ്കിലും പുതിയ പുസ്തകം വന്നിട്ടുണ്ടാവും. തീർച്ചയായും പുതിയ പുസ്തകത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കഥാതന്തു കിട്ടാതിരിക്കുകയില്ല. യാസ്മീന ഖാദ്രയുടെ ട്രയോളജി എത്തിയിട്ടുണ്ടെന്ന് കേട്ടു. ഖാദ്രയാണ് ന്യൂവസ്റ്റ് ട്രെൻഡ്. ഖാദ്രയെ വായിക്കുന്ന പക്ഷം തീർച്ചയായും ഒരു പുതിയ കഥയ്ക്കുള്ള ഇന്ധനം കിട്ടാതിരിക്കുകയില്ല. അഥവാ അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നേരെ പീച്ചിക്ക് വച്ചടിക്കാം. അവിടെയാവുമ്പോൾ വിടർന്നു നിൽക്കുന്ന മന്ദാരപ്പൂവുകൾക്കിടയിലൂടെ സഞ്ചരിക്കുന്ന തോണിയിലിരുന്നു കൊണ്ട് പുതിയ കഥകളെക്കുറിച്ച് ചിന്തിക്കാം, ആലോചിക്കാം. മനോഹരമായ പ്രകൃതി തീർച്ചയായും പുതിയ കഥ തരാതിരിക്കുകയില്ല. ഒറ്റയടിക്ക് അയാൾ പറഞ്ഞു നിർത്തുന്നത് കണ്ടപ്പോൾ എനിക്ക് ചങ്കോളം വന്നു നിന്നു ഒരു ചിരി. എനിക്ക് ചിരി അമർത്താൻ തോന്നിയില്ല. വഴി നീളെ അത് പുനർജനിച്ചുകൊണ്ടിരുന്നു. കഥ അവസാനിക്കുകയാണ്.